പിള്ളേരുടെ ഒന്നിൻ്റെ അനക്കം കേൾക്കണില്ലല്ലോ. എവിടെയോ പോയിരുന്ന് കളിക്കുമായിരിക്കും. അവർ കളിക്കണമെങ്കിൽ കളിക്കട്ടെ. മൊബൈൽ ഏതായാലും എൻ്റെ അടുക്കലുണ്ട്. അത് തന്നെ സമാധാനം. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നോക്കാം എന്താ പരിപാടിയെന്ന്. Zenitsu invented the seventh form of thunder breathing by adapting Tanjiro's solar dragon technique. During his fight against Raidok, he was at a major disadvantage. നിങ്ങൾ എൻ്റെ ഫോണെടുത്ത് കളിക്കുക. എന്താടാ നോക്കി നിൽക്കുന്നത്? എന്റെ ഫോൺ നശിപ്പിച്ചത് പോരെ? കളിച്ച് കളിച്ച് നശിപ്പിച്ചു വെച്ചിരിക്കുക. ഇനി കളിപ്പിക്കുകയല്ല. ഞാൻ ഒരു ലോക്ക് ആക്കിയാലും മേടിച്ച് സെറ്റാക്കാൻ പോവാ കേട്ടോ. ഇവനെയും കൊണ്ടൊന്നൊരു പ്രയോജനവും ഇല്ല. കുറെ നാളായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. എന്തോന്ന് പറയാനാ? ഞാൻ മടുത്ത് ഇവരെ കൊണ്ട്. നീ ഒരു കാര്യം ചെയ്. നീ ഫോണെടുത്തൊക്കെ ഇവരന്മാരെ മൂന്നിനെയും കൂടെ കൊണ്ടുപോയിക്കോ. അല്ലെങ്കിലുണ്ടല്ല, ഞാൻ പറഞ്ഞില്ല ലോക്കിന്റെ കാര്യം, അതെങ്കിലും ഒന്ന് മേടിച്ചു കൊണ്ടുവന്നാ. എന്തുണ്ടാകാനാ? അവരാ പതിവ് പോലെ പിന്നെ അതുമേ പണി തുടങ്ങിയിരിക്കുക. ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് നോക്കാം. എന്നാ നോക്കാൻ? നീ ഒത്തിരി നാളായല്ലേ ലോക്കിന്റെ കാര്യം പറയാൻ തുടങ്ങിയിട്ട്. ഇതുവരെയും മേടിച്ചോ? ഇനി ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ ഇറങ്ങാം ലോക്ക് മേടിക്കാൻ. ഞാൻ എനിക്ക് തോന്നുന്നു സ്ക്രീൻ ലോക്ക് ആയിരിക്കും. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എടാ, ഞാൻ ഇത് നോക്കി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അമ്മേ, ഈ ലോക്കൊന്നുമല്ല, നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്ത് മൊബൈൽ എന്ത്? ഞാൻ പറഞ്ഞല്ലേ, ഞാൻ വന്നിട്ടല്ല ചെയ്തു തരാന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനായി കിടന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. മൊബൈൽ എന്ത് ചെയ്യും? ഇങ്ങോട്ട്. അതെ, ഞാൻ ഇതിലൊരു ലോക്ക് ഞാൻ സെറ്റ് ചെയ്ത് തരാം. പിന്നെ വലിയ കുഴപ്പമുണ്ടാകത്തില്ല. ഇപ്പം ആ ഒരു ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് ആർക്കും തുറക്കാൻ പറ്റില്ല. നമുക്ക് മാത്രമേ അത് തുറക്കാൻ വേണ്ടി പറ്റുള്ളൂ. സാധനം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടല്ലോ. ഇനി ഇവരുടെ കളിയൊന്നും നമ്മളെടുത്ത് നടക്കത്തില്ല. അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണം. ഇത് ഇതേപോലെ ഇപ്പോൾ ചെയ്യും. നമ്മൾ ഫോൺ എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. അത് നേരെ മേളിലേക്ക് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇത് വേണ്ട, എൽ ഷേപ്പിൽ ആ ഡോട്ടുകൾ യോജിപ്പിക്കുക. ഓപ്പണായി. ഇനി നമുക്ക് കോൾ എടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. കേട്ടോ, കിട്ടി. ഇത്രേ ഉള്ളൂ. അപ്പം ഇതിനി മൊബൈൽ മാറ്റി വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എടുത്ത് വെച്ചാലേ കുഴപ്പമില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ബുക്കൊക്കെ വായിച്ചാലും മടുപ്പാണല്ലോ. ഇവന്മാരൊക്കെ എവിടെ പോയി? ആരെയും കാണുന്നില്ലല്ലോ. ഇത് വായിച്ചു മടുത്ത് ഭയങ്കര ബോറിങ്ങാ.
ഭയങ്കര ബോറിങ്ങാ. എന്താടാ നിങ്ങൾ ഇരിക്കലും തോണ്ടിക്കൊണ്ടിരുന്നോ? അല്ലാണ്ട് പിന്നെ എന്തെടുക്കാനാ? ദേ മൊബൈൽ അവിടെ ഇരിപ്പുണ്ട്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അവിടെ അൺലോക്ക് ചെയ്യാൻ? എടി എനിക്കും കൂടെ താടി. തരാലോ. ഓക്കെ. എന്താ മൊബൈൽ എടുത്ത് നോക്കാം. മൊബൈൽ എടുത്തോണ്ട് വരാം. നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കി വരുമോ? ആ നീ കൊണ്ടുവാ, നമുക്ക് നോക്കാം. ഭാഗ്യം അമ്മച്ചി നല്ല ഉറക്ക. മുണ്ട് ജീവി നീ എന്താ കല്യാണത്തിന് പോകണ? ഇവിടെ നിങ്ങൾ വേടി വാടാ. അടെ എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഈ ലോക്ക് എന്ന് പറഞ്ഞത് എന്താ? എന്ത് സാധനം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ എന്ത് ചെയ്തിട്ടാണ് അൺലോക്ക് ചെയ്യുന്നത്? ആ സുന്ദരി വന്നല്ലോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താണ്. എടാ ഡ്രസ്സിൽ മൂത്ത് പിടിച്ചിട്ടുണ്ടെന്നാന്ന് തോന്നുന്നു. ആ ശരിയാ. വല്ല ഐഡിയ ഉണ്ടോ? എന്തും ചെയ്യാൻ പറ്റുമോ? എനിക്ക് തന്നെ ഞാൻ നോക്കി. എന്താ ഞങ്ങളിവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ നോക്കിക്കോളാം. കുഞ്ഞുങ്ങളാണ് നിനക്കൊന്നും സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ പോടെ. ഓടി. ഓടി. വാ. ഓടി. പോടാ. ഓടി. വാ. ഓടി. ഈ വാ. ఏంటది? ഇതൊന്നും കിട്ടുന്നില്ല റൈറ്റ് ആയിട്ട്. ഈ പാസ്വേഡ് അമ്മച്ചി ഇടുന്നത് ഭയങ്കര ടഫാ. അമ്മച്ചിയാണെങ്കിൽ അറ്റാച്ച് ഇടുന്നത് ഭയങ്കര ടഫാ. എന്ത് ചെയ്യുന്നു ഈ സാധനങ്ങളൊക്കെ? എടാ ഒന്നും കൂടെ നോക്കടാ. ഒന്ന് ട്രൈ നോക്കാം. ഞാൻ മടുത്തു. എനിക്ക് ഇനി ഒരു സാധനം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എടാ നമുക്കിനി മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നീ എന്തിനാ എന്നെ തട്ടിയിട്ടേ? എടാ ഈ TV എങ്കിലും വർക്കായില്ലെങ്കിൽ നമുക്ക് ഇത്രയ്ക്കും ബോറടിക്കില്ല. ഇനി നമുക്ക് മൊബൈലിൽ കിട്ടാൻ ചാൻസ് ഇല്ല. നമുക്ക് വെളിയിൽ എവിടെയെങ്കിലും പോയി കളിക്കാം.
ഞങ്ങൾ കംപ്ലീറ്റ്ലി ലോക്കായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഗൈസ്, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇവിടെ സുഖമായിട്ടിരിക്കുന്ന അമ്മച്ചി. ഇവിടെ എന്നാ ഉണ്ട്? ഇവിടെ എന്നാ വെച്ച പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല. പിന്നെ ചൂട് നല്ലതാണ്, മഴയൊന്നും കിട്ടുന്നില്ല. പിള്ളേരെന്തേ? പിള്ളേരുടെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. അത് വിചിത്ര. അന്ന് ഞാൻ ലോക്കിട്ടില്ലേ, അതിൽ പിന്നെ എൻ്റെ മക്കൾക്ക് ഫോൺ വേണ്ട, അവർ മുറ്റത്ത് നിന്ന് കളിക്കുക. അമ്മച്ചിയുടെ ഐഡിയ കൊള്ളാലോ. നിങ്ങളെല്ലാവരും എന്നെ കളിയാക്കിയില്ലേ, ഇപ്പം എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഉണ്ടായി. ഇവിടെ നമ്മുടെ ടീപ്പോയെ ഫോൺ ഇരിക്കുമായിരുന്നു. 3 പേരും വന്ന് അങ്ങോട്ടേട്ട് മാറി മാറി നോക്കി വെച്ചിട്ട് പോയി. അപ്പം നന്നായില്ല ഞാനാ കാണിച്ചത്. കൊള്ളാം കൊള്ളാം, അമ്മച്ചിയുടെ ഐഡിയ കൊള്ളാം. വേറെ എന്നാണ്ട് അമ്മച്ചിയുടെ വിശേഷം? വേറെ വിശേഷം എന്നാ, പിള്ളേര് ഫോണിൻ്റെ അകത്തുനിന്ന് മാറിയപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി. അതാണ് അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എല്ലാവരും വെളിയിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയല്ലോ. അതെ 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 അതെ, വെയിലാണെങ്കിൽ അവരൊന്ന് കളിച്ചോട്ടെ, അത് ഏറ്റവും വലിയ കാര്യം. ഇല്ലേ കണ്ട, നല്ല വെയിലാ, എന്നിട്ടും കളിക്കുക പുറത്ത് കിടന്നുണ്ട്. എന്നാ അമ്മച്ചി ഞാൻ വെച്ചേക്കുവാ, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ശരി കൊച്ചേ, ഞാനും വെക്കുക. ബൈ ബൈ. ഹലോ ഗായ്സ്, ലോക്കും അൺലോക്കും വീഡിയോകളുമായി ഞാൻ തിരിച്ചു വരുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുവാൻ.